പെട്ടെന്ന് ഉള്ളിക്കീൽ ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ വേഗം കുറച്ച് ഉള്ളി വെച്ച് അതിനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വേഗം തുണ്ട് പോകുന്നത് ഫീൽ ചെയ്യാൻ സുഖമായിരുന്നു. അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വേഗം ഒന്ന് വഴറ്റി 3 പച്ചമുളക് ഇട്ട് വഴറ്റി വേഗം തന്നെ തേങ്ങ ചിരകി അതിലേക്ക് തേങ്ങ ബ്രൗൺ കളറായപ്പോൾ കുറച്ച് ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിട്ടത്. അത് വേഗം ഇട്ട് പച്ചക്കുത്തൊക്കെ പോണ വരെ ഒന്ന് വെറുതെ ഒന്ന് തേങ്ങയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പം ഉപ്പിട്ടുണ്ടായില്ല, ഉപ്പ് അവസാനമാണ് ഇട്ടുണ്ടായത്. നമുക്ക് എന്ത് കാര്യം പെട്ടെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് ഉണ്ടാക്കി അത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു സമാധാനം ഉണ്ടാവുക. ഞാനൊക്കെ അങ്ങനെയാക്കാം. അങ്ങനെ വേഗം തേങ്ങക്കൊന്ന് ബ്രൗൺ കളറായി തുടങ്ങി. അപ്പോൾ വേഗം തേങ്ങേനെ എടുത്ത് നേരെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങേനെ നേരെ മിക്സിയുടെ ജാർ ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി കളറ് നോക്കിയപ്പോൾ സെറ്റായില്ലെന്ന് വിചാരിച്ചു. വേഗം ചട്ടിയിലേക്ക് ഞാൻ ടേസ്റ്റിന് വേണ്ടി ഒരു ഇച്ചിരി ഉലുവ ഫസ്റ്റ് തന്നെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കടുകിൻ്റെ ഒപ്പം തന്നെ വറ്റൽമുളകും കൂടി ഇട്ടു. കറിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ വേഗം അത് പൊട്ടിക്കഴിഞ്ഞ ശേഷം കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഞാൻ അതിലേക്ക് ഇട്ടു. അതിട്ടൊന്ന് ഇളക്കി സെറ്റായതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചു. അതിലേക്ക് ഞാൻ വറുത്തരച്ച് വെച്ച തേങ്ങാനൊക്കെ അതിലേക്ക് ഇട്ടു. അതിട്ട് അവസാനമാണ് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ഞാൻ ചേർത്ത് ടേസ്റ്റൊക്കെ നോക്കി അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു. ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായി, പുളി അതിലേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് കളറൊന്നും മാറില്ല. കുറച്ച് നേരം തിളപ്പിച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഉള്ളിത്തീയൽ റെഡി. അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷ ഉണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് കിടുക്കാച്ചി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ ബൈ, നാളെ കാണാം.